അപ്പോൾ ഇത് നമ്മുടെ ഒരു അസോസിയേറ്റ് ബയറും നമ്മുടെ പുതിയ പെയിൻറ്ററുമാണ്. നമ്മുടെ പേര് തന്നെ ജയൻ എന്നാണ് പേര്. ആൾ നമ്മുടെ ജെൽറോക്സ് അടിച്ചതിൻ്റെയാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ ജെൽറോക്സാണ് അടിച്ചിരിക്കുന്നത്. ഇനി ഫുള്ളായിട്ട് ചെയ്യാനുണ്ട്. നമ്മുടെ പെയിൻറ്റുമാണ് അടിക്കുന്നത്. ഇപ്പോൾ കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം അടിക്കാനായിട്ട്. ഇവിടെ ജെൽറോക്സ് അടിച്ച് കൊടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. നന്ദകുമാർ സാറാണ് നമ്മുടെ പെയിൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും അതിനെക്കുറിച്ചിട്ടുള്ള വിശദീകരണത്തിന് വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യാനും കൂടി വന്നതാണ് നന്ദകുമാർ സാറ്. 20 കൊല്ലമായി സാർ ഇതിന് വർക്ക് ചെയ്യാൻ. പക്ഷേ ഞാൻ സാധാരണ പറയുന്നത് മറ്റുള്ള പെയിൻറ്റ് ഉപയോഗിക്കുന്നതിനേക്കാളും ഒരു സ്മൂത്ത്നെസ് ഇല്ല ഇതിന് പോകാൻ. ബ്രഷ് നമുക്ക് കൊടുക്കുന്നില്ല. ശരിക്കും സാറിന് ഇത് കോൺട്രാക്ട് എടുക്കുന്ന വെച്ചാൽ 10 ദിവസം നടക്കുന്ന പണി 9 ദിവസം കൊണ്ട് തീരും. ഒരു ദിവസം കൊണ്ട് തീരില്ല. പക്ഷേ ഇത് നമ്മളറിയാത്തൊരു ലാഭമാണ് നമുക്ക് കോൺട്രാക്ടർമാർക്ക്. കാരണം ഇത് ആർക്കും അറിയില്ല. കാരണം നമ്മുടെ വർക്കിൻ്റെ ആ സ്മൂത്ത്നെസ് കൊണ്ട് നമുക്ക് ഏരിയ കൂടുതൽ കവർ ചെയ്യും. ഒരു ദിവസം ഒരു ജോലിക്കാരൻ ഇപ്പോൾ ഒരു 100 സ്ക്വയർ ഫീറ്റ് ചെയ്യുന്ന വെച്ചാൽ ഏകദേശം നമുക്ക് ഒരു 120 ചെയ്യാൻ പറ്റും. അപ്പോൾ 3 പേര് ജോലി ചെയ്യുമ്പോൾ നമുക്ക് 60 സ്ക്വയർ ഫീറ്റ് ഒരു ദിവസത്തിൽ കൂടുതലാണ്. അങ്ങനെ കാൽക്കുലേഷൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് 9 ദിവസം കൊണ്ട് നമ്മുടെ വർക്ക് 10 ദിവസത്തെ വർക്ക് കൊട്ടേഷൻ വെച്ചാൽ 9 ദിവസം കൊണ്ട് നമുക്ക് തീരും. അപ്പോൾ 3 ലേബർ നമുക്ക് അവിടെ ലാഭമാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ലാഭം ഉണ്ടെന്ന് ഈ പെയിൻറ്റ് ഉപയോഗിക്കുന്നത് കൂടി ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പെയിൻറ്റിനേക്കാളും അത്ര നല്ല രീതിയിലുള്ള ഒരു പെയിൻറ്റ് നമുക്ക് 100% നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. അത് നോക്കി ചോദിച്ചാൽ ഡ്രസ്സ് അടിച്ചതിൻ്റെ ഇത് റിസൾട്ട് സാറിന് വരും. അതുപോലെ ഞാനിപ്പോൾ അവിടെ അടിക്കുമ്പോൾ കണ്ടു നമ്മുടെ ഇതടിക്കുന്നത് എന്താ ഗ്ലൈസിങ് ഇത്ര ഷൈനിങ്. സാർ ഇത് അടിച്ച് കഴിയുമ്പോൾ ഫുള്ള് വർക്ക് ചെയ്യുന്ന സമയത്ത് നോക്കും. സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി പറയുന്നു. സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നു. ഞാൻ പറഞ്ഞത് ഇത് പിന്നെ നല്ല ക്വാളിറ്റിയുള്ള പെയിൻറ്റ്. പിന്നെ ബിബിൻ്റെ വീട് എടുത്തത് 2ാമത്തെ വീടാണ് ഈ പെയിൻറ്റ് എടുത്തടിക്കുന്നത്. നല്ല ക്വാളിറ്റിൻ്റെ ഇപ്പോൾ ഓൾറെഡി ഒരു വീട് കൂടി വ്യൂര് കിട്ടിയിട്ടുണ്ട്. അത് ഇപ്പോൾ അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് കഴിയാണ്ട് അവിടെ പോകാൻ പറ്റില്ല. മറ്റു പെയിൻ്റ് എടുക്കുന്നതിനേക്കാളും മെച്ചം ഉണ്ടാവുമല്ലോ. പെയിൻ്റ് എടുക്കണതിൻ്റെ മെച്ചം. ഇപ്പോൾ 200 ലിറ്റർ പെയിൻറ്റ് കൊണ്ടുകൊടുത്ത് നമുക്ക് ഏകദേശം ഒരു 150-20 ലിറ്റർ മാറ്റി. അതും നമുക്കൊരു സേവിങ് അല്ലേ. കോൺട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏതെല്ലാം രീതിയിലാണെന്ന് അറിയാം ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ബിസിനസ് കാര്യങ്ങളും അങ്ങനെ മാഡം പറഞ്ഞു അതിൻ്റെ സാധ്യതകൾ പറഞ്ഞു. നമ്മൾക്ക് എല്ലാ കാലവും പണിയെടുക്കാൻ പറ്റുന്നത് ഇല്ല. അപ്പോൾ പണിയെടുക്കാൻ പറ്റാത്ത കാലത്ത് നമുക്കൊരു വരുമാനം വേണം. ബാക്കിയുള്ളൊരു ഗവൺമെൻറ് ജോലി ചെയ്ത് അവർക്കൊക്കെ ഒരു പെൻഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം ചിലവെന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുന്നു, ഒരിക്കലും കുറയുന്നില്ല. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വരുമാനം കൂടിക്കൊണ്ടിരിക്കണം. അതിൻ്റെ സാധ്യതകളൊക്കെ അതിന് വേണം നല്ല ഭംഗിയിൽ സാറിന് പറഞ്ഞുകൊണ്ടല്ലോ. അപ്പോൾ അത് ഏറ്റെടുക്കുക ചെയ്യാം. അത്രയ്ക്കല്ലേ. അപ്പോൾ നമ്മുടെ പെയിൻറ്റിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ പെയിൻറ്റ് പണി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇവിടെ ജെൽറോക്സ് അടിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മോൾ ഭാഗത്തേക്ക് ഒന്ന് വന്നിട്ട് ഇതിൻ്റെ വർക്ക് കാണാനായിട്ട് നിന്നതാണ്. എന്തായാലും